അള്ളാഹുവിന്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ, അതിവിശിഷ്ടമായ അസ്മാഉൽ ഹുസ്ന. അസ്മാഉൽ ഹുസ്നയുടെ റിയാള പൂർത്തിയാക്കി വീട്ടാൻ ഉദ്ദേശിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ ആ റിയാള പൂർത്തിയാക്കി വീട്ടുമ്പോൾ അസ്മാഉൽ ഹുസ്നയിലെ 99 നാമങ്ങളുടെ ഓരോ നാമത്തിന്റെയും ഇസ്മിന്റെയും അദദുകൾ ലഭിക്കണം. പല ആളുകളും ഉസ്താദ് അത് വീഡിയോയിൽ കാണിക്കോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഇൻഷാ അല്ലാഹ് അസ്മാഉൽ ഹുസ്നയിലെ 99 നാമങ്ങളുടെയും ഇസ്മിന്റെയും അദദ് നമ്മൾ കൃത്യമായി എഴുതി കാണിക്കും. നിങ്ങൾക്കത് എഴുതിയെടുത്ത് അസ്മാഉൽ ഹുസ്നയുടെ റിയാള വീട്ടാവുന്നതാണ്. അസ്മാഉൽ ഹുസ്ന വിശാലമായൊരു ബഹറാണ്. അത് കൃത്യമായി പഠിച്ചവർ, അത് മനസ്സിലാക്കിയവർ, അതിന്റെ പ്രയോഗം ഉപയോഗിക്കുന്നവർ, അവർക്ക് അത്ഭുതങ്ങൾ നേടാൻ സാധിക്കും. ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഞൊടിയിടയിൽ നേടിയെടുക്കാൻ സാധിക്കും. പക്ഷെ അസ്മാഉൽ ഹുസ്ന അത് ഫലം ചെയ്യണമെങ്കിൽ അതിന്റെ റിയാള പൂർത്തിയാക്കി വീട്ടിയാൽ അത് കൂടുതൽ എഫക്റ്റ് ഉണ്ടാകും എന്നുള്ളതാണ്. അതുപോലെ തന്നെ അസ്മാഉൽ ഹുസ്നയുടെ പ്രയോഗങ്ങൾ പഠിക്കുകയാണെങ്കിൽ, പ്രയോഗങ്ങൾ നമ്മളിപ്പോൾ വീഡിയോയിലൂടെ ഇടയ്ക്കിടയ്ക്ക് അസ്മാഉൽ ഹുസ്നയുടെ ഓരോ ഇസ്മുകളെ കുറിച്ചും പറയുമ്പോൾ അതിന്റെ എണ്ണങ്ങൾ മനസ്സിലാക്കി അതെങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത് എന്ന രൂപത്തിൽ നമുക്കൊക്കെ പ്രയോഗിക്കാൻ ഒരുപക്ഷെ ചെറിയ രൂപത്തിലൊക്കെ അറിഞ്ഞേക്കാം. എന്നാലും ഈ കണ്ടതും ഈ കേട്ടതും ഈ ചെയ്യുന്നതും ഒന്നുമല്ല. മഹാന്മാർ അവരവരുടെ കിതാബുകളിൽ അസ്മാഉൽ ഹുസ്നയിലെ ഓരോ ഇസ്മുകളെ കൊണ്ടുള്ള അമലുകളും പറയുന്നത് കേട്ടാൽ ഇതൊന്നുമല്ല. ഇൻഷാ അല്ലാഹ് ഇന്ന് അത്തരം വിഷയങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ അസ്മാഉൽ ഹുസ്ന വിശാലമായ ഒരു ബഹറാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിന്റെ ഓരോ ഇസ്മുകളുടെയും ഒരു ഉദാഹരണം പറഞ്ഞാൽ ഗഫാർ അല്ലെങ്കിൽ ബാസിത്ത്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഓരോ ഇസ്മുകളുടെയും പ്രയോഗങ്ങൾ എങ്ങനെയാണ്, അതുമായി ബന്ധപ്പെട്ട അമലുകൾ ഏതെല്ലാമാണ്, ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കി അത് ഞൊടിയിടയിൽ പ്രയോഗിക്കാൻ സാധിക്കണം. അതെങ്ങനെ പ്രയോഗിക്കാൻ കഴിയണം? നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും വിഷയങ്ങൾ വന്നു, പെട്ടെന്ന് ലേബർ റൂമിൽ പ്രവേശിപ്പിക്കപ്പെട്ട നമ്മുടെ മകള് ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെ കടന്നു പോകുകയാണ് എന്നൊരു ഇൻഫർമേഷൻ നമുക്ക് ലഭിക്കണം. എന്നാൽ നമുക്ക് നമ്മുടെ കുടുംബങ്ങളിലേക്ക് വാട്സപ്പ് ത്രൂവോ മറ്റോ മെസ്സേജസ് ഷെയർ ചെയ്ത് എല്ലാവരും ഈ ഇസ്മ ഇത്ര തവണ ഇങ്ങനെ ചൊല്ലൂ എന്ന് പറയാൻ നമുക്ക് കഴിയണം. അപ്പൊ അസ്മാഉൽ ഹുസ്ന കൊണ്ട് നല്ല ഫലങ്ങൾ ഉണ്ടാകും. എത്ര വലിയ വലിയ രോഗങ്ങൾ അസ്മാഉൽ ഹുസ്നയിലെ ഓരോ ഇസ്മുകളെ കൊണ്ട് മാറിയിട്ടുണ്ടെന്നറിയാം. എത്ര വലിയ വലിയ മാരകമായ രോഗങ്ങൾ. അപ്പോ അത് കൃത്യമായി പ്രയോഗിക്കാൻ സാധിക്കണം എന്നേ ഉള്ളൂ. അപ്പോൾ ആ പ്രയോഗങ്ങളൊക്കെ ചെറിയ രൂപത്തിൽ നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ പറയുന്നുണ്ട്. റിയാള പൂർത്തിയാക്കി വീട്ടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അത് ചെയ്യുന്നവർക്ക്, റിയാള പൂർത്തിയാക്കി വീട്ടുന്നവർക്ക് അസ്മാഉൽ ഹുസ്ന കൊണ്ട് അമൽ ചെയ്യുമ്പോൾ നല്ല ഫലം ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ റിയാള എന്താണ്? അസ്മാഉൽ ഹുസ്നയുടെ റിയാള എന്ന് പറഞ്ഞാൽ എന്താണ് റിയാള പൂർത്തിയാക്കി വീട്ടുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് പൂർത്തിയാക്കി വീട്ടേണ്ടത്? അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ഈ ചാനലിന്റെ താഴെ അസ്മാഉൽ ഹുസ്ന 99 തവണ എന്ന് പറയുന്ന ഒരു വീഡിയോ നാം ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ കൃത്യമായി പറയുന്നുണ്ട് എന്താണ് അസ്മാഉൽ ഹുസ്ന ഇവിടെ റിയാള എന്ന് പറഞ്ഞാൽ. റിയാള എന്ന് പറഞ്ഞാൽ എന്താണ്, അതെങ്ങനെയാണ് വീട്ടേണ്ടത് എന്നുള്ളതൊക്കെ. അപ്പൊ അസ്മാഉൽ ഹുസ്നയുടെ റിയാള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വീട്ടാൻ വലിയ പ്രയാസമാണ്. അപ്പൊ നമ്മളിവിടെ ഏതു സാധാരണക്കാർക്കും ലളിതമായിട്ട് വളരെ പെട്ടെന്ന് പൂർത്തീകരിച്ച് വീട്ടാൻ പറ്റുന്ന ഒരു രൂപമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അത് ഈ കേൾക്കുന്ന നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തിരക്കുകൾക്കിടയിൽ വളരെ പെട്ടെന്ന് പൂർത്തിയാക്കി വീട്ടാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു റിയാളയാണ് നമ്മൾ പറയുന്നത്. അസ്മാഉൽ ഹുസ്നയുടെ റിയാള എന്ന് പറഞ്ഞാൽ പൂർവ്വകാലങ്ങളിലെ സൂഫി വര്യന്മാർ, ആത്മീയ ലോകത്തെ വിരാജിക്കുന്ന വലിയ വലിയ മഹാന്മാർ, അവരെല്ലാം അതിന്റെ റിയാള പൂർത്തിയാക്കി വീട്ടിയിരുന്നത് മാസങ്ങളോളം നീണ്ട കഠിനമായ സബര്യകളിലൂടെയായിരുന്നു. അവർ വിജനമായ പ്രദേശങ്ങളിലെ, മനുഷ്യവാസമില്ലാത്ത സ്ഥലങ്ങളിലെ, വല്ല കാടുകളിലോ മലകളിലോ ആരുമില്ലാത്ത പ്രദേശങ്ങളിലെ പോയി, മനുഷ്യ സംസാരമില്ലാത്ത വിജനമായ പ്രദേശങ്ങളിൽ പോയി അള്ളാഹുവിനെ മാത്രം ഹൃദയത്തിൽ കൊണ്ടുവന്ന് മറ്റു ചിന്തകളിലേതിലേക്കും പ്രവേശിക്കാതെ മാസങ്ങളോളം വർഷങ്ങളോളം തപസ്സിരുന്ന് നേടിയെടുത്ത അസ്മാഉൽ ഹുസ്നയുടെ റിയാളകളാണ്. ആ റിയാളയുടെ അടുക്കലേക്കൊന്നും നമ്മൾ പൂർത്തിയാക്കി വീട്ടുന്ന റിയാള എത്തൂല എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ഏതാൾക്കാർക്കും വളരെ ലളിതമായി പൂർത്തീകരിച്ച് വീട്ടാൻ പറ്റുന്ന, നമ്മുടെ തിരക്കുകൾക്കിടയിലൊക്കെ പൂർത്തീകരിക്കാൻ സാധിക്കുന്ന മഹത്തായ ഒരു റിയാളയുടെ രൂപമാണ് അസ്മാഉൽ ഹുസ്നയുടെ റിയാളയുടെ രൂപമാണ് നമ്മൾ പറയുന്നത്. ഇവിടെ നേരിട്ട് വരുന്ന പലരും അസ്മാഉൽ ഹുസ്നയുടെ റിയാള പൂർത്തിയാക്കി വീട്ടുന്നതുമായി ബന്ധപ്പെട്ട് അതിന്റെ ഇജാസത്ത് നേരിട്ട് ചോദിച്ചു വാങ്ങിക്കുന്നവരുണ്ട്.
നിങ്ങൾ പ്രയാസമുള്ളവർ അങ്ങനെ ഇവിടെ വന്ന് വാങ്ങിക്കണം എന്നൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് നിങ്ങളത് അസ്മാഉൽ ഹുസ്നയുടെ റിയാള പൂർത്തിയാക്കി വീട്ടാൻ വേണ്ടി നിങ്ങളൊക്കെ തയ്യാറെടുത്ത് പെട്ടെന്ന് പൂർത്തീകരിച്ച് വീട്ടിയാൽ മതി. വളരെ പെട്ടെന്ന് പൂർത്തീകരിച്ച് വീട്ടാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്താണ് റിയാള പൂർത്തിയാക്കി വീട്ടിയാലുള്ള നേട്ടങ്ങൾ? എന്താണ്? റിയാള പൂർത്തിയാക്കി വീട്ടിയ ഒരാള് അവന്റെ നാക്ക് കൊണ്ട് അസ്മാഉൽ ഹുസ്ന ചൊല്ലുമ്പോൾ, അസ്മാഉൽ ഹുസ്നയിലെ ഒരു അദദ് പറയുമ്പോൾ, അസ്മാഉൽ ഹുസ്നയിൽ ഒരു ഇസ്മ പറയുമ്പോൾ അതെന്തിനു വേണ്ടി പ്രയോഗിക്കുന്നു? ആ പ്രയോഗിക്കുന്ന വിഷയം റിയാള പൂർത്തിയാക്കി വീട്ടിയതുകൊണ്ട് അവന്റെ ശുദ്ധമായ ജീവിതത്തിന്റെ ആ ശൈലി കൊണ്ടൊക്കെ അത് വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കപ്പെടും എന്നുള്ളതാണ്. അത്ഭുതമായ ദിവ്യശക്തി, അത്ഭുതമായ അത്ഭുതങ്ങൾ സംഭവിക്കാൻ, മിറാക്കിൾ സംഭവിക്കാൻ കാരണമാകും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അപ്പോ അസ്മാഉൽ ഹുസ്നയുടെ അദദുകൾ നമ്മളിവിടെ ഡിസ്പ്ലേയിൽ കാണിക്കുകയാണ്. അതിനുശേഷം ഇൻഷാ അല്ലാഹ് റിയാൾ എങ്ങനെയാണ് വീട്ടേണ്ടത് എന്നുള്ളത് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഒരു തവണയും കൂടെ അത് ചെറിയ രൂപത്തിൽ വിശദമായിട്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ തന്നെ നിങ്ങൾ കണ്ടു മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ അസ്മാഉൽ ഹുസ്നയുടെ ചെറിയ രൂപത്തിലുള്ള റിയാള പൂർത്തിയാക്കി വീട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ അസ്മാഉൽ ഹുസ്നയുടെ അദദുകൾ ആദ്യം മനസ്സിലാക്കണം. അപ്പൊ ഞാനത് ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട്. അസ്മാഉൽ ഹുസ്നയുടെ അദദ് നിങ്ങളിത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഇത് 1 മുതൽ 36 വരെ അല്ലാഹു യാ അല്ലാഹ് الرحمن الرحيم الملك القدوس السلام المؤمن المهيمن العزيز الجبار ഇങ്ങനെ തുടങ്ങി 1 2 3 4 12 24 36 ഇസ്മുകളുടെ അദദുകളാണ് കൊടുത്തിട്ടുള്ളത്. അല്ലാഹ് എന്നുള്ളതിന്റെ 66 ആണ്. റഹ്മാൻ എന്നുള്ളതിന്റെ 298 ആണ്. റഹീം എന്നുള്ളത് 258 ആണ്, 258. മലിക് എന്നുള്ളതിന്റെ 90 ആണ്. ഖുദ്ദൂസ് 170, സലാം 131, മുഅ്മിൻ 136, മുഹൈമിൻ 145, അസീസ് 94, ജബ്ബാർ 206, മുതകബ്ബിർ 662, ഖാലിഖ് 731. ഇപ്പൊ 12 എണ്ണത്തിനാണ് ഞാൻ വായിച്ചത്. ഇതേപോലെ ബാക്കിയുള്ള 13, 14, 15 ഇങ്ങനെ വായിച്ചാൽ നിങ്ങൾക്ക് തന്നെ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ 36 വരെയുള്ള അസ്മാഉൽ ഹുസ്നയിൽ 36 വരെയുള്ളതിന്റെ ഇസ്മുകള് ഇതില് നമ്മളിപ്പോ കാണിച്ചു. ഇനി 36 മുതലുള്ളതിന്റെ അദദുകളാണ്. 37 അലി, യാ അലിയു യാ അല്ലാഹ്. 38 കബീർ, അതിന്റെ 232 ആണ്. പിന്നെ ഹഫീദ് 998, മുഖീത്ത് 550, ഹസീബ് 80, ജലീൽ 73. ഇങ്ങനെ 37 മുതൽ ആദ്യത്തെ സ്ക്രീൻഷോട്ടിൽ 36 വരെ ആയിരുന്നു. 37 മുതൽ ഒന്നാമത്തെ ലൈനിൽ 51 വരെ, രണ്ടാമത്തെ ലൈനിൽ 52 മുതൽ 66 വരെ, മൂന്നാമത്തെ ലൈനിൽ 67 മുതൽ 81 വരെ, 81ാമത്തെ ഇസ്മ തവ്വാബ്, ശരിക്കതിൽ കാണുന്നുണ്ടാവും മുന്തഖിം. ഇങ്ങനെ 630 അതുവരെയുള്ള ഇസ്മുകളാണ് ഈ ഒരു സ്ക്രീൻഷോട്ടിലുള്ളത്. ഇൻഷാ അല്ലാഹ് അത് കൃത്യമായി മനസ്സിലാക്കാം. അതാണ് അസ്മാഉൽ ഹുസ്നയുടെ അദദുകൾ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി 81 വരെയുള്ളതാണ് ഇതിൽ കാണിച്ചത്. അപ്പൊ ഇനി 82 മുതൽ 99 വരെ അഫൂവ്, റഊഫ്, മാലിക്കൽ മുൽക്ക്, ദുൽ ജലാലി വൽ ഇക്റാം. 82 മുതൽ 99 വരെ. 99ാമത്തെ സബൂർ, അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്നവർക്കറിയാം. യാ സബൂറു യാ അല്ലാഹ് 298 അതിന്റെ അദദ്. അപ്പൊ ഓരോ ഇസ്മിന്റെയും അദദ് ആദ്യം കൊടുത്ത നമ്പർ ആ ഇസ്മിന്റെ നമ്പറാണ്, എത്രാമത്തെ ഇസ്മാണെന്നുള്ള നമ്പറാണ്. അതിനുശേഷം ആ ഇസ്മ കൊടുക്കും. അതിനുശേഷമാണ് ആ ഇസ്മിന്റെ അദദ് കൊടുക്കുന്നത്. ഞാനൊന്നും കൂടെ അതിൻ്റെ ഒരു മനസ്സിലാകാത്തവർക്ക് കുറേ ആളുകൾ അത് എന്നും ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം എടുത്ത് കാണിക്കുന്നത്. ഇപ്പൊ ഇതില് ഈ 1ാമത്തെ മുതലുള്ളതില് ചെറിയൊരു വിശദീകരണം. ഫസ്റ്റില് കൊടുത്ത അതില് കാണുന്നത്
അത് നമ്പറാണ്. ഓരോ ഇസ്മുകളുടെയും നമ്പർ. ഇസ്മുകളുടെ നമ്പർ എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ഇസ്മാണെന്നുള്ളത്. ഒന്നാമത്തെ ഇസ്മ അള്ളാഹ് എന്നുള്ളതാണ്. ഒന്നാമത്തെ ഇസ്മ അള്ളാഹ് എന്നുള്ളത്, ആ ഒന്നാമത്തെ ഇസ്മായ അള്ളാഹ് എന്നുള്ളതിന്റെ അദദാണ് 66 എന്നുള്ളത്. രണ്ടാമത്തെ ഇസ്മ റഹ്മാൻ, അതിന്റെ അദദാണ് 298. അപ്പൊ പിന്നെ അപ്പുറത്തെ സൈഡിൽ കാണുന്നതോ അതിങ്ങനെ ലാസ്റ്റ് ഇവിടെ 12 വരെ എത്തിക്കഴിഞ്ഞിട്ട് പിന്നീട് 13ാമത്തതാണ് അപ്പുറത്ത് കാണുന്നത്. പിന്നെ 14, 15 അങ്ങനെ പോകും അതിന്റെ അദദുകൾ. അപ്പൊ അസ്മാഉൽ ഹുസ്നയുടെ അദദുകളാണ് ഇപ്പോൾ ഡിസ്പ്ലേയിൽ കാണിച്ചിട്ടുള്ളത്. എന്താണ് ഈ അദദ് കൊണ്ടുള്ള നേട്ടം? ഈ അദദ് എന്തിനാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്? അപ്പൊ അസ്മാഉൽ ഹുസ്നയുടെ ഏറ്റവും ചെറിയ റിയാള പൂർത്തിയാക്കി വീട്ടാൻ ഈ അദദ് ആവശ്യമാണ്. അത് നേരത്തെ വീഡിയോ കണ്ടവർക്കറിയാം. അപ്പൊ എങ്ങനെ അസ്മാഉൽ ഹുസ്നയുടെ റിയാള പൂർത്തിയാക്കി വീട്ടാം? ഓരോ ഇസ്മിന്റെയും അദദുകൾ എത്രയാണെന്ന് നോക്കിയിട്ട് അത്രയും തവണ ഓരോ ഇസ്മ ചൊല്ലുക എന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറഞ്ഞാല് അള്ളാഹ് എന്നുള്ളതിന്റെ അദദ് 66ആണ്. അപ്പൊ 66 തവണ യാ അല്ലാഹു യാ അല്ലാഹു യാ അല്ലാഹു യാ അല്ലാഹു എന്ന് 66 തവണ ചൊല്ലുക. രണ്ടാമത്തെ ഇസ്മ റഹ്മാൻ എന്നുള്ളതാണ്. റഹ്മാനിന്റെ അദദ് എത്ര? 298. അപ്പൊ യാ റഹ്മാനു യാ റഹ്മാനു യാ റഹ്മാൻ യാ റഹ്മാൻ. ഇനി വേണമെങ്കിൽ യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹ്മാനു യാ അല്ലാഹ്. എത്ര തവണ ചൊല്ലണം? 298 തവണ ചൊല്ലണം. മൂന്നാമത്തെ ഇസ്മ അത് റഹീം എന്നുള്ളതാണ്. അതിന്റെ അദദ് എത്ര? 258. അത് എത്ര തവണ ചൊല്ലണം? 258 തവണ ചൊല്ലണം. അപ്പൊ യാ റഹീം യാ അല്ലാഹ്. നാലാമത്തേത് മലിക്. മലിക് 90 ആണ്. ആ 90 തവണ ചൊല്ലിയാൽ മതി. അങ്ങനെ ഓരോ ഇസ്മുകളുടെയും അദദ് വളരെ ശുദ്ധമായ മനസ്സോടുകൂടെ പരമാവധി വുളുവോടുകൂടെ നോമ്പുകാരനായിട്ട് ചൊല്ലാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ നോമ്പുകാരായിട്ട് ചൊല്ലി അസ്മാഉൽ ഹുസ്നയുടെ റിയാള പൂർത്തിയാക്കി വീട്ടിയാൽ പിന്നീട് അസ്മാഉൽ ഹുസ്ന കൊണ്ടുള്ള ഇസ്മുകളെ കൊണ്ട് അമല് ചെയ്യുമ്പോൾ അതിന് നല്ല ഫലം ഉണ്ടാകും എന്നുള്ളതാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഇതിൽ ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്. നേരിട്ട് ഇവിടെ വന്ന് ഇജാസത്ത് ചോദിച്ച് വാങ്ങിയിട്ട് ചെയ്തവരുണ്ട്, ചെയ്യുന്നവരുണ്ട്. അല്ലാഹു അവർക്കൊക്കെ നല്ല ഖബൂൽ നൽകട്ടെ. അതാണ് വേണ്ടത്. നല്ല ഖബൂൽ അല്ലാഹു അവർക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ അസ്മാഉൽ ഹുസ്ന റിയാള നിങ്ങളൊക്കെ പൂർത്തിയാക്കി വീട്ടുക. ഏതെങ്കിലും തിങ്കളാഴ്ച നോമ്പോ മറ്റോ ഒക്കെ എടുത്ത് ആ ദിവസങ്ങളിൽ ഇതിലിനിപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇതൊരു ഒറ്റ തവണ ചൊല്ലി തീർക്കണോ, ഒറ്റ ഇരുത്തത്തിൽ ചൊല്ലി തീർക്കണോ എന്നുള്ളത്. നിങ്ങൾക്ക് എങ്ങനെയാണോ ഇത് ചൊല്ലി തീർക്കാൻ കഴിയുന്നത് ആ രൂപത്തിൽ ചൊല്ലി തീർക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ അള്ളാഹ് എന്നുള്ളത് 66 തവണ അല്ലേ? അള്ളാഹ് എന്നുള്ളത് 66 തവണ, റഹ്മാൻ എന്നുള്ളത് 298 തവണ. ഈ 298 തവണ ചൊല്ലുന്നതിന്റെ ഇടക്ക് അന്യ സംസാരങ്ങൾ ഉണ്ടാവാതിരിക്കുക. ആ സമയത്ത് വുളു ഉണ്ടായിരിക്കുക. ആ സമയത്ത് മാക്സിമം ഖിബിലക്ക് മുന്നിടും. അപ്പൊ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ ചൊല്ലിയാൽ മതി. വുളുവോടുകൂടെ ഒരു തിങ്കളാഴ്ച ദിവസം നോമ്പെടുക്കുക. ഞാൻ അതിന്റെ ഒരു ചെറിയ രൂപം പറയാം. എന്നിട്ട് നോമ്പെടുത്തിട്ട് നമ്മുടെ മക്കൾക്കൊക്കെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരുമല്ലോ. ഇത് സുന്നത്ത് നോമ്പല്ലേ? അപ്പൊ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് അവരെ സ്കൂളിലേക്ക് പറഞ്ഞയച്ച് വേണമെങ്കിൽ ളുഹ നിസ്കാരത്തിന്റെ ടൈമാണല്ലോ, ഒന്ന് ളുഹ നിസ്കരിക്കുക. ളുഹ നിസ്കരിച്ച് അവിടെ ഇരുന്ന് ഫ്രീ ആയ ടൈമാണ്. അങ്ങനെ അവിടെ ഇരുന്ന് ഒരു 66 തവണ യാ അല്ലാഹു യാ അല്ലാഹു യാ അല്ലാഹു എന്ന് ചൊല്ലുക. അപ്പൊ ആ ഇസ്മിന്റെ റിയാള പൂർത്തിയായി വേണ്ടി. ഇനി റഹ്മാൻ എന്നുള്ള ചൊല്ലുക. ഇനി അടുത്ത തിരക്കെന്തെങ്കിലും വന്നു, ആരെങ്കിലും ഗസ്റ്റ് ആരെങ്കിലും വന്നു, അല്ലെങ്കിൽ നമുക്ക് ചൊല്ലാനുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല, വേറെ ചില പണികളുണ്ടായിരുന്നു, നോ പ്രോബ്ലം, നമുക്കതിന് പോകാം. അതിന് പോയിട്ട് സാവധാനത്തിൽ പിന്നെ എപ്പോഴെങ്കിലും ളുഹർ നിസ്കരിക്കാൻ വരുമ്പോഴോ അസ്ർ നിസ്കരിക്കാൻ വരുമ്പോ ബാക്കിയുള്ളത് ചൊല്ലിയാൽ മതി. അങ്ങനെ ചൊല്ലുന്ന സമയത്ത് മാക്സിമം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. മഹാന്മാരൊക്കെ ചെയ്ത രൂപം പറഞ്ഞ് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അവരൊക്കെ ആരുമില്ലാത്ത വിജനമായ പ്രദേശങ്ങളിലെ കാടുകളിലൊക്കെ പോയിട്ട് വലിയ വലിയ കഠിനമായ സബര്യകളിലൂടെയാണ് അവർ നേടിയെടുത്തത്. വർഷങ്ങളോളം അതിനു വേണ്ടി കഠിനമായി അങ്ങേയറ്റം പരിശ്രമിച്ച് നേടിയെടുത്ത വലിയ വലിയ റിയാളകളായിരുന്നു. കോടിക്കണക്കിന് ചൊല്ലേണ്ട എണ്ണങ്ങളൊക്കെ വേറെ രൂപങ്ങളിലുണ്ട്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് അവർ ചെയ്തിരുന്നത്. അതൊന്നും നമുക്ക് സാധിക്കൂല. നമുക്ക് സാധിക്കുന്നത് ചൊല്ലാം. കഠിനമായ സബരികളിലൂടെ നേടിയെടുത്തത് വളരെ ലളിതമായി നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ചെറിയ രൂപമാണ് ഈ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് കഴിയുന്നവരൊക്കെ ചെയ്യാം. ഇനി ഇതിലെന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എഴുതി ചോദിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ്
നമ്മൾ അതിൽ റീപ്ലൈ തരാൻ പ്രയാസമായിരിക്കും. നമ്മൾ അടുത്ത വീഡിയോയിലോ മറ്റൊക്കെ അതിനെക്കുറിച്ച് പറയും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിൽ ചില ഇസ്മുകളൊക്കെ കൂടുതൽ എണ്ണങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ നേരത്തെ മനസ്സിലാക്കുക. ഇപ്പോ ഗഫൂർ എന്നുള്ളതിന് 1286 ഗഫാർ എന്നുള്ളതിന് 1281. അതേപോലെ തന്നെ ഹാഫിൽ എന്നുള്ളതിന് 1481. അപ്പൊ അത് കൂടുതൽ സമയം അതിന് ചെലവഴിക്കേണ്ടി വരും. അപ്പോൾ അതിനു വേണ്ടി സമയം കണ്ടെത്തി മാറ്റി വെച്ച് അതിനു വേണ്ടി പ്രത്യേകം ഇരുന്നാൽ മതി. എന്നാൽ ചിലത് വളരെ കുറവാണ്, ചിലത് വളരെ കുറവാണ്. ഇപ്പൊ ബാസിത്ത് എന്നുള്ളത്, അതേപോലെ തന്നെ എന്താ അസീസ് എന്നുള്ളത്, മലിക് എന്നുള്ളത്, ഇതൊക്കെ വളരെ കുറവുള്ളതാണ്. അപ്പൊ കുറവുള്ളതും കൂടുതലുള്ളതുണ്ട്. അതൊക്കെ കൃത്യമായി നോക്കിയിട്ട് മനസ്സിലാക്കാം. അസ്മാഉൽ ഹുസ്ന കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അമല് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഏതെങ്കിലും ഒരു ആഗ്രഹം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ അത് ഉദ്ദേശിക്കുന്ന ഒരാൾ, എന്തെങ്കിലും ഒരു ആഗ്രഹം, നമ്മുടെ മകളുടെ വിവാഹമാവട്ടെ, മോന്റെ ജോലിയാവട്ടെ, വീടും പുരടും വിറ്റുപോകാനാവട്ടെ, സുഖപ്രസവം ലഭിക്കാനാവട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും രോഗം ശിഫയാകാനാവട്ടെ, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്കാണെങ്കിലും അസ്മാഉൽ ഹുസ്ന വലിയ ഫലമുള്ളതാണ് കേട്ടോ. ആ അസ്മാഉൽ ഹുസ്ന കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അമല് ഞാൻ മുമ്പ് പറഞ്ഞതാണത്. അപ്പോൾ അവര് വുളു എടുത്ത് നല്ല ഒരു ശുദ്ധമായ സ്ഥലത്ത് നിസ്കരിക്കുന്ന സ്ഥലം, അതേപോലെ തന്നെ വസ്ത്രം എല്ലാം ശുദ്ധിയായിട്ട് മ്ലേച്ഛമായ വസ്തുക്കളൊക്കെ നമ്മുടെ ശരീരത്തിൽ നീക്കം ചെയ്ത് സ്വലാത്തുൽ ഹാജത്ത് ഉണ്ടല്ലോ, അറിയില്ലേ? ആ നിസ്കാരം നിസ്കരിക്കുക, 2 റക്അത്ത് നിസ്കാരം. അത് നിസ്കരിച്ചിട്ട് എന്താ നമ്മള് പ്രത്യേകം ഒരു 100 തവണ ആ ഇരുത്തത്തിലിരുന്ന് അസ്തഗ്ഫിറുല്ലാഹൽ അസീം, അസ്തഗ്ഫിറുല്ലാഹൽ അസീം എന്ന 100 തവണ ഇസ്തിഗ്ഫാർ ചൊല്ലുക. അതിനുശേഷം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലില് സ്വലാത്ത് ചൊല്ലുക. കൃത്യമായി മനസ്സിലാക്കുക, ഹബീബായ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുക. എന്നിട്ട് അസ്മാഉൽ ഹുസ്ന 99 തവണ ചൊല്ലുക. അതൊരു പക്ഷേ ആ ഇരുത്തത്തിലിരുന്ന് 99 തവണ അസ്മാഉൽ ഹുസ്ന ചൊല്ലല് പ്രയാസമായിരിക്കും, സ്വാഭാവികമാണ് അല്ലേ? അപ്പോ ആ ഇരുത്തത്തിലിരുന്ന് ചൊല്ലല് അത്രയും കൂടുതൽ തവണ ചൊല്ലാൻ പറ്റില്ല. അപ്പൊ നമ്മള് അസ്മാഉൽ ഹുസ്ന 1, 2, 3 തവണ ആ ഇരുത്തത്തിലിരുന്ന് ചൊല്ലിയിട്ട് അതിന്റെ എണ്ണം കൃത്യമായി മനസ്സിലാക്കിയിട്ട് ബാക്കിയുള്ളത് ഇങ്ങനെ പൂർത്തീകരിച്ചു വിട്ട. അങ്ങനെ അസ്മാഉൽ ഹുസ്ന 99 തവണ അല്ലേ ചൊല്ലാൻ വേണ്ടി പറഞ്ഞത്. ഓരോ തവണ അസ്മാഉൽ ഹുസ്ന ചൊല്ലി തീരുമ്പോഴും നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ ഇത് ചൊല്ലുന്നത് ആ കാര്യം പ്രത്യേകം അല്ലാഹുവിനോട് പറഞ്ഞ് ദുആ ചെയ്യും. ഉദാഹരണത്തിന് അർഹമർ റഹീമായ റബ്ബേ, എൻ്റെ മോൾക്ക് 26 വയസ്സായി, ഇതുവരെയായിട്ട് വിവാഹം ശരിയായിട്ടില്ല. അല്ലാഹുവേ നല്ലൊരു ഇണയെ അടുപ്പിച്ചു തരണേ. എൻ്റെ മോൻ്റെ ജോലി ശരിയായിട്ട് 1, 2, 3 ആവശ്യങ്ങൾക്ക് വേണ്ടി ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്യാം. അങ്ങനെ ചൊല്ലിയിട്ട് ദുആ ചെയ്യാം. പിന്നെയും ഒരു 100 സ്വലാത്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ ചൊല്ലാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചൊല്ലാതെ നിർബന്ധമില്ല. അല്ലെങ്കിൽ 3 സ്വലാത്ത് കൊണ്ട് അവസാനിപ്പിക്കാം. ഇങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ ഏത് ആഗ്രഹങ്ങളും പൂർത്തീകരിക്കപ്പെടും എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മളെടുക്കലൂടെ നേരിട്ട് വരുമ്പോൾ അവർക്കൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്, അതിനുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് അത് നമ്മളെപ്പോഴും പറയാറുണ്ട്. ഒന്ന് വിശുദ്ധ ഖുർആൻ തന്നെയാണ്. വിശുദ്ധ ഖുർആൻ അത് ശിഫ ആണ് അല്ലേ? വനുനസ്സിലു മിനൽ ഖുർആൻ, നമുക്കറിയാം വിശുദ്ധ ഖുർആൻ അത് ശിഫ ആണ്. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞു കൊടുക്കൽ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സെയിം കണ്ടീഷനിൽ സ്വഹാബാക്കൾ വന്ന വിഷയങ്ങൾ നബി തങ്ങളോട് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബാക്കൾക്ക് അതിന് സൊല്യൂഷനായി പറഞ്ഞു കൊടുത്ത ചില ദിക്റുകളും ചില അദ്കാറുകളും ചില ദുആകളും ചില വിഷയങ്ങളൊക്കെ ഉണ്ട്. അതാണ് നമ്മൾ നിങ്ങൾക്കും പറഞ്ഞിരുന്നത്. മൂന്നാമത്തത് പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്ന. ആ അസ്മാഉൽ ഹുസ്നയാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ചിലപ്പോൾ അസ്മാഉൽ ഹുസ്നയുടെ ആദത്ത് അത് ഒരു പ്രത്യേക രൂപത്തിൽ എഴുതിയിട്ട് കളമാക്കിയിട്ട് നിങ്ങളുടെ കയ്യിൽ നൽകും. അത് ഇന്ന സ്ഥലത്ത് ഇന്നതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട്, സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്, പേഴ്സിൽ വെക്കാൻ വേണ്ടിയിട്ടൊക്കെ നൽകും. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ അസ്മാഉൽ ഹുസ്ന, വിശുദ്ധ ഖുർആൻ, ഹദീസ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൊഴിമുത്തുകൾ, ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എത്ര ആത്മാർത്ഥമായി ചെയ്യുന്നുവോ അതിനനുസരിച്ച് റിസൾട്ട് ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളിലും നല്ല റിസൾട്ട് നൽകട്ടെ. അതോടൊപ്പം തന്നെ ഓർമ്മപ്പെടുത്താനുള്ളത്, നൂറെ മദീനയുടെ രാവിലെയും വൈകുന്നേരവും നടക്കുന്ന മജ്ലിസുകളിൽ എല്ലാ ദിവസവും അസ്മാഉൽ ഹുസ്ന പാരായണം ചെയ്യുന്നുണ്ട്.
നിങ്ങൾക്ക് ആ മജ്ലിസിൽ പങ്കെടുത്ത് അസ്മാഉൽ ഹുസ്ന ദീർഘമായ സമയങ്ങളില്, ദീർഘമായ ദിവസങ്ങളില് അനന്തമായി ചൊല്ലിത്തീർക്കാൻ പറ്റും ഇൻഷാ അല്ലാഹ്. അപ്പോൾ മജ്ലിസിൽ പങ്കെടുത്ത് രാവിലെ തന്നെ മൊബൈൽ ഫോൺ എവിടെയെങ്കിലും ഓപ്പൺ ചെയ്തു വെച്ചാൽ ഇൻഷാ അല്ലാഹ് അസ്മാഉൽ ഹുസ്നയുടെ മജ്ലിസിൽ പങ്കെടുക്കാൻ പറ്റും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ.